ആധുനിക ഫാഷൻ കട്ടിംഗ് എന്ന ഈ ബുക്കിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത്. ബ്രേസർ കട്ടുള്ള ബ്ലൗസ് അല്ലെങ്കിൽ കട്ടിംഗ് ബ്ലൗസ്. ഇതിലെ അളവുകൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വീഡിയോയിൽ ഈ അളവുകൾ ഒന്നുകൂടി നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. രണ്ട് ലെയർ വരുന്ന വിധത്തിൽ വെട്ടേണ്ട തുണി മടക്കിയിടുക. ബ്ലൗസിന്റെ ബാക്ക് പീസാണ് ആദ്യം വെട്ടേണ്ടത്. അതിനായി ബ്ലൗസിന്റെ ബാക്ക് പീസിന്റെ താഴ്ഭാഗം ലെവൽ ചെയ്യണം. ഇതുപോലെ എൽ ഷേപ്പിലുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ലെവലായിട്ട് വരയ്ക്കാൻ പറ്റും. ഈ സ്കെയിലിന്റെ ഈ ഭാഗം ഈ ഫോൾഡിങ്ങിൽ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം താഴെ വരയ്ക്കുക. അടുത്തത് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. ബുക്കിൽ ഇത് 2ാമത്തെ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. ചിത്രം 1 2ാമത്തെ പോയിന്റിൽ ഇറക്കം നമ്മുടെ അളവിൽ തന്നിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. 14.5 ഇഞ്ചിന്റെ കൂടെ ഇരുവശങ്ങളിലേക്കും വേണ്ട തയ്യൽ തുമ്പ് 1 ഇഞ്ചോടെ കൂട്ടി 15.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ഏകദേശം വണ്ണം വരുന്ന ഭാഗത്തും 15.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം 2 പോയിന്റുകൾ യോജിപ്പിക്കുക. അടുത്തതായി വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് വണ്ണത്തിന്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിന്റെ 4/1 കാണുക. അപ്പോൾ നമുക്ക് 9.5 കിട്ടുന്നത്. ചെസ്റ്റ് വണ്ണം 36 അതിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 38 കിട്ടും. അതിന്റെ 4/1 9.5. അതേ അളവ് തന്നെ താഴെ മാർക്ക് ചെയ്യുക. രണ്ട് പോയിന്റുകൾ യോജിപ്പിച്ച് ലൈൻ വരയ്ക്കുക. അടുത്തതായി ഷോൾഡർ അളവാണ് കാണേണ്ടത്. ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ അളവിൽ നിന്നും ബാക്ക് നെക്കിന്റെ താഴ്ചയുടെ പകുതി കുറയ്ക്കുക. ബോഡിയിൽ നിന്നും എടുത്ത ഷോൾഡർ 15.5 അതിൽ നിന്നും ബാക്ക് നെക്കിന്റെ ഇറക്കം 6 ഇഞ്ചാണ്. 6 ഇഞ്ചിന്റെ പകുതി കുറയ്ക്കുക. അപ്പോൾ 15.5 നിന്നും 3 ഇഞ്ച് കുറയ്ക്കുക. 12.5. ഈ 12.5യുടെ പകുതിയും തയ്യൽ തുമ്പുമാണ് നമുക്ക് ഇവിടെ ഇടേണ്ടത്, ഷോൾഡർ ആയിട്ട് ഇടേണ്ടത്. 6.25. ഒന്നുകൂടി പറയാം. ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ 15.5 അതിൽ നിന്നും ബാക്ക് നെക്കിന്റെ ഇറക്കത്തിന്റെ പകുതി കുറയ്ക്കുക. ബാക്ക് നെക്കിന്റെ ഇറക്കം ഈ ബ്ലൗസിൽ 6 ഇടുന്നത്. 6ന്റെ പകുതി 3 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 15.5 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 12.5. ഈ 12.5യുടെ പകുതിയും തയ്യൽ തുമ്പുമാണ് നമുക്ക് ഷോൾഡർ ആയിട്ടുണ്ട്. 12.5യുടെ പകുതി 6.25. കൈ വെക്കാനുള്ള തയ്യൽ തുമ്പ് കൂടെ കൂട്ടുമ്പോൾ 6.25 മാർക്ക് ചെയ്തു. അത് തന്നെ താഴെയും മാർക്ക് ചെയ്യുക 6.25. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് ലൈൻ വരയ്ക്കുക.
അടുത്തതായി ആം ഹോളിൻ്റെ താഴ്ചയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അതിനു മുമ്പായി ഷോൾഡറിനും വണ്ണത്തിനും ഇടയിലുള്ള അളവ് എത്രയുണ്ടെന്ന് കണക്കാക്കിയെടുക്കും. ഏകദേശം 2.25 ഈ വീതിയും ആം ഹോളിൻ്റെ താഴ്ചയുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണവും ഷോൾഡറും മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോള് താഴ്ച മാർക്ക് ചെയ്തതിന് മുമ്പായിട്ട് ഈ നീളം അളന്നെടുക്കുക. അതിൻ്റെ പകുതി കാണണം. ഇപ്പോൾ ഏകദേശം 2.25. 2.25ൻ്റെ പകുതി നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 3ൻ്റെ പകുതി നമുക്ക് കണക്കാക്കാം. അപ്പോൾ 1.5 1.5 ഈ വീതിയുടെ പകുതിയായിട്ട് ഏകദേശം കിട്ടുന്നത്. ഒന്നുകൂടി പറയാം. ഷോൾഡറും വണ്ണത്തിൻ്റെ ഇടയിലുള്ള നീളം കണക്കാക്കി എടുത്തിട്ട് അതിൻ്റെ പകുതി കണ്ടുവെക്കുക. ഇത് നമുക്ക് ആം ഹോളിൻ്റെ താഴ്ച എടുക്കുമ്പോൾ ആവശ്യം വരും. ഇനി അടുത്തതായിട്ട് ആം ഹോളിൻ്റെ താഴ്ചയാണ് നമ്മൾ കണക്കാക്കുന്നത്. മൊത്തം ആം ഹോളിൻ്റെ റൗണ്ട് 17 ഇഞ്ചാണ്. 17 ഇഞ്ചിൻ്റെ പകുതിയാണ് നമുക്ക് ബാക്കിലേക്ക് വേണ്ടത്. അതായത് 8.5 ഇഞ്ച്. ഈ 8.5 ഇഞ്ചിൽ നിന്നും ആദ്യം തന്നെ ഈ വീതിയുടെ പകുതി കുറയ്ക്കുക. അപ്പോൾ 8.5ൽ നിന്ന് 1.5 കുറയ്ക്കുമ്പോൾ 7 ഇഞ്ചാവും. 7ൽ നിന്ന് ഒരു 4 ഇഞ്ച് കൂടി കുറയ്ക്കുക. അപ്പോൾ 6.25. ഒന്നുകൂടി പറയാം. 17 ഇഞ്ചാണ് മൊത്തം ആം ഹോൾ റൗണ്ട്. ബ്ലൗസിന് ലൂസ് കൂട്ടേണ്ടതില്ല. ആം ഹോളിൽ ഇനി ഒരുപാട് കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചോടെ കൂട്ടാം. അപ്പോൾ ഇത് ഒരു ലൈനിങ് ഇല്ലാത്ത സാധാ ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് 17 ഇഞ്ചിൽ തന്നെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ 17 ഇഞ്ചിൻ്റെ പകുതിയാണ് നമുക്ക് ബാക്കിലോട്ട് വേണ്ടത്. അതായത് 8.5 ഇഞ്ച്. ഈ 8.5 ഇഞ്ച് എന്ന് പറയുന്ന താഴ്ച നമ്മളിവിടെ മാർക്ക് ചെയ്തത് കാരണം ആം ഹോളിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. റൗണ്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ നീളമാണ് 8.5 വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്തോരം താഴ്ത്തണമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. 8.5ൽ നിന്ന് ആദ്യം തന്നെ ഈ ഷോൾഡറിനും വണ്ണത്തിനും ഇടയിലുള്ള വീതിയുടെ പകുതി കുറച്ച് കളയണം. അപ്പോൾ 8.5ൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുക 7. 7ൽ നിന്നും 4 ഇഞ്ചോടെ കുറയ്ക്കുക 6.25. അതിനുശേഷം ലൈൻ വരയ്ക്കുക. തയ്യലിനോടും ഫാഷൻ ഡിസൈനിങ്ങിനോടും താല്പര്യമുള്ളവരാണോ നിങ്ങൾ? ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ അവസരമില്ലാത്തവരാണോ? വളരെ നാൾ പഠിച്ചിട്ട് ബോഡിയിൽ നിന്നും അളവെടുത്ത് വസ്ത്രങ്ങൾ കൃത്യമായി വെട്ടുവാനോ തയ്ക്കുവാനോ അറിയാത്തവരാണോ? ഇനി വീട്ടിലിരുന്ന് തന്നെ പാറ്റേൺ മേക്കിംഗ് ഓൺലൈനായി പഠിക്കാം. വർഷങ്ങളായി തയ്യലിൽ അനുഭവ പരിചയമുള്ള പ്രൊഫഷണലുകൾ തയ്യാറാക്കുന്ന വീഡിയോ ക്ലാസുകളും ലൈവ് ക്ലാസുകളുമായിരിക്കും ഈ കോഴ്സിന്റെ പ്രധാന ഭാഗങ്ങൾ. തിയറിയും ഡ്രോയിങ്സും മലയാളത്തിലുള്ള വിവരണവും അടങ്ങുന്ന ടെക്സ്റ്റ് ബുക്കും ഈ കോഴ്സിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. 30ൽ പരം ഫാഷൻ വസ്ത്രങ്ങൾ വെട്ടി തയ്ക്കുന്ന വിധം 1 വർഷത്തെ കോഴ്സിലൂടെ ശാസ്ത്രീയമായി പഠിക്കാൻ സാധിക്കും. തിയറി പ്രകാരം തയ്യാറാക്കുന്ന പാറ്റേണുകൾ ആയതിനാൽ ഏത് അളവിലുള്ള വ്യക്തികൾക്കും കൃത്യമായ ഫിറ്റിംഗിൽ തയ്ക്കാൻ കഴിയും. പെറ്റിക്കോട്ട് മുതൽ തുടങ്ങി കുട്ടികളുടെ ഫ്രോക്ക്, കട്ടിംഗ് ബ്ലൗസ്, കട്ടോരി ബ്ലൗസുകൾ, പ്രിൻസസ് കട്ട് ബ്ലൗസുകൾ, ഹൈനെക്ക്, കോളർ ബ്ലൗസുകൾ, 7 തരം സൽവാർ കമീസുകൾ, ലാച്ച, ലെഹങ്ക, ഗൗൺ, അംബ്രല്ല സ്കർട്ട്, പാൻറ്, ഷർട്ട്, പാവാടയും ബ്ലൗസും, നഴ്സിംഗ് കോട്ട്, നൈറ്റികൾ എന്നിങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും. ഷോൾഡർ കണക്കാക്കുന്ന വിധം, ആം ഹോളിന്റെ താഴ്ച കണക്കാക്കുന്ന വിധം, നെക്കിന്റെ അകലം കണക്കാക്കുന്ന വിധം, ഡാർട്ടിന്റെ വീതി കണക്കാക്കുന്ന വിധം എന്നിവയെല്ലാം തിയറിയോട് കൂടി പഠിക്കാൻ സാധിക്കും. വർഷങ്ങളായി ഡിസൈനിങ്ങിലും തയ്യൽ പരിശീലനത്തിലും ഫാഷൻ കാറ്റലോഗിലൂടെയും നിങ്ങൾക്കറിയാവുന്ന ഫാബ്വീര ഫാഷൻസിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് ഈ ഓൺലൈൻ കോഴ്സ്. തയ്യലിനോടും ഫാഷൻ ഡിസൈനിങ്ങിനോടും താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് കൂടുതൽ പരിശീലനം നൽകുക എന്നതാണ് ഞങ്ങൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതുതായി സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായി തയ്യൽ കട നടത്തുന്നവർക്കും ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിനും ഒരുപോലെ പഠിക്കാവുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ കോഴ്സിനൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത്. 310 മൾട്ടി കളർ പേജുകളുള്ള ഈ ബുക്കിൽ വലിയ ചിത്രങ്ങളും മലയാളത്തിലുള്ള വിവരണവും ഉൾപ്പെടെ 50 ചാപ്റ്ററുകളാണ് ഉള്ളത്.
ബുക്ക് മാത്രം വാങ്ങി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്ക് മാത്രം ലഭിക്കുന്നതായിരിക്കും. ഇനി ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തയ്ക്കാം, സ്വന്തമായി ബിസിനസ് ചെയ്ത് കൈനിറയെ സമ്പാദിക്കാം. ഉടൻ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് ചേരുവാനും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫാബ്വീര ഫാഷൻ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഓൺലൈൻ കോഴ്സ്. ഫോൺ നമ്പർ 7909219999. ഇപ്പോൾ ആം ഹോളിന്റെ താഴ്ച നമുക്ക് കിട്ടി. ഇനി ആം ഹോൾ എവിടെ നിന്നാണ് വളയേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഈ നീളത്തിന്റെ കൂടെ 1/2 ഇഞ്ചോടെ കൂട്ടി ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഈ നീളം ഓൾറെഡി നമുക്കറിയാം 2.25 അതിൻ്റെ കൂടെ 1/2 ഇഞ്ചോടെ കൂട്ടുമ്പോൾ 3.25 നമുക്കിവിടെ മാർക്ക് ചെയ്യും. ഇനി അടുത്തത് ആം ഹോളിന്റെ കുഴിവ് എത്ര വരണം എന്ന് കണക്കാക്കാനാണ്. ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ് ഇത് കുഴിഞ്ഞു വരേണ്ടതെന്ന് നമുക്ക് നോക്കണം. അതിനായിട്ട് ഈ മൂലയിൽ നിന്ന് ഒരു 45 ഡിഗ്രി ചെരിച്ച് ഒരു ലൈൻ വരയ്ക്കുക. ഈ നീളം എങ്ങനെയാണ് കണക്കാക്കണേ എന്ന് നോക്കാം. അതായത് ഈ ആം ഹോളിന്റെ വീതി, അതായത് ഈ എല്ലിന്റെ ഈ താഴ്ഭാഗത്തിന്റെ നീളത്തിനെ 2.25 കൊണ്ട് ഹരിക്കുക. അതായത് ഈ 2.25-നെ 2.25 കൊണ്ട് ഹരിക്കണം. ഇത് എല്ലാ ഡ്രസ്സിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആം ഹോള് എത്രയാണോ ഇവിടെ വീതി വരുന്നത് അതിനെ 2.25 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന അളവ് ഇവിടെ ഇടുക. ഇവിടെ തൊട്ട് അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇവിടെ 2.25-നെ 2.25 കൊണ്ട് ഹരിക്കുമ്പോൾ 1.2 ആണ് കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ ഹരിച്ചു നോക്കുക. അപ്പോൾ അങ്ങനെ 1.2 നമ്മൾ ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ 3 പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കാം. ഓക്കെ, ആം ഹോൾ ആയി. അതിനുശേഷം നമുക്കിവിടെ 8.5 തന്നെയാണോ ആം ഹോൾ കിട്ടിയിരിക്കുന്നത് നോക്കണം. അത് ഈ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞ് കൈ സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ലൈനിലൂടെ ആയിരിക്കും കൈ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ആ ലൈൻ ഒന്ന് അളന്ന് നോക്കാം. അതിനായി ഈ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി അവിടെ തൊട്ടായിരിക്കും നമ്മൾ കൈ പിടിപ്പിക്കുക. ഈ ടേപ്പ് ഇങ്ങനെ തന്നെ പിടിച്ച് അളന്ന് നോക്കണം, ഒട്ടും ചരിക്കരുത്. ടേപ്പ് കുത്തനെ വെച്ചിട്ട് അളന്ന് നോക്കുക. ഏകദേശം കറക്റ്റ് 8.5 വന്നിട്ടുണ്ട്. 8.5-ൽ ഒരു പോയിന്റ് കുറവുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ബോഡി വലിച്ച് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അപ്പോൾ കൈ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കുക, കുറവുണ്ടെങ്കിൽ കൂട്ടി വരച്ചതിന് ശേഷം കറക്റ്റായിട്ട് അളന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വെട്ടാവുള്ളൂ. ഇനി വേണ്ടത് ഇവിടുത്തെ തയ്യൽ തുമ്പാണ്. 1.5 ഇഞ്ച് താഴെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പോയിന്റുകൾ യോജിപ്പിക്കുക. ആം ഹോളിന്റെ ഇത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാം. അടുത്തതായി ഷോൾഡർ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് 2.25 ആണ്. അതിൻ്റെ കൂടെ 3/4 ഇഞ്ചോട് കൂട്ടി 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൈ കൊട്ടുമ്പോൾ പോകും. ഇവിടെ 1/4 ഇഞ്ച് ഷോൾഡറിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ പോകും. അപ്പോൾ നമുക്ക് 2.25 ഫിനിഷിങ്ങിൽ കിട്ടും. ഇതേ അളവ് തന്നെ താഴെ മാർക്ക് ചെയ്യുക, 3.5. അതിനുശേഷം താഴോട്ട് ലൈൻ വരയ്ക്കുക. നെക്കിന്റെ താഴ്ച 6 ഇഞ്ചാണ്, അതിന് 6.25 മാർക്ക് ചെയ്യുക. നെക്കിന്റെ ഇറക്കത്തിന്റെ കൂടെ 4 ഇഞ്ചോടെ കൂട്ടി മാർക്ക് ചെയ്താൽ മതി. ഇനി ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഈ നെക്കിന്റെ ഷേപ്പ് വരച്ചെടുക്കാം.
ഇവിടെ തിരിക്കുന്നതോറും നമുക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള റൗണ്ട് കിട്ടും. ഇനി അടുത്തത് വേസ്റ്റ് വണ്ണം നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. 30 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. 30ൻ്റെ 4/1 7.5 ഇഞ്ച്. സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് അടയാളപ്പെടുത്തിയിടാം. സ്റ്റിച്ചിങ് ലൈൻ ഇതുപോലെ വരച്ചിടുക. ഇപ്പോൾ ബാക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ബാക്കി വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോച്ചസ് ഇടണം.